കൊന്നിച്ചു മിനസാൻ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹിയത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 21 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എനിക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കുറച്ചധികം കാര്യങ്ങൾ കടന്നു വന്നു. എനിക്കതിൽ പങ്കെടുക്കാതിരിക്കാനും പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളായതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പർലി ഈ ഇടയായിട്ട് വീഡിയോസ് ഇടാൻ സാധിക്കാഞ്ഞത്. സോ നിങ്ങളെല്ലാവരും എൻ്റെയും കൂടെ അവസ്ഥ വിശ്വസിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഞാനും ഒരു മനുഷ്യനാണ്. ഫ്രണ്ട്സും ഫാമിലി ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കും. എന്നാലും അതിന് പകരമായിട്ട് ഞാൻ ഇന്ന് ഒരു 4 ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുവാണ്. സോ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് സിറ്റ് ബാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. മോക്ക് ജിയോൺ വോൺ. അതെ, എനിക്കറിയാം നീയും മോക്ക് യുവണും ഇവിടേക്ക് വന്നത് മോക്ക് സോൾഡർ മാനറിലെ ഹോസ്റ്റേജസ് ആയിട്ടാണെന്ന്. അത് ശരിയല്ലേ? അതെ, ശരിയാണ്. പക്ഷെ അത് ശരിക്കും സ്ട്രേഞ്ച് ആണല്ലോ. നീയൊക്കെയുടെ ഹോസ്റ്റേജ് ആയിട്ടല്ല വന്നത്. പിന്നെന്തിനാണ് ഓർത്തഡോക്സ് അലയൻസിലെ സ്പൈസിനെ നീ കാണിച്ചു തന്നത്? നീ മര്യാദക്ക് വ്യക്തമായൊരു ഉത്തരം തന്നില്ലെങ്കിൽ നിന്റെ ജീവൻ ഞാൻ അങ്ങോട്ടെടുക്കും. അതേം ശരിക്കും ഫാസ്റ്റാണ്. ആ ഫാസ്റ്റ് മാത്രമല്ല, ഈ ഒരു ബേണിംഗ് ഉള്ള എനർജി അവൻ ശരിക്കും റിഡിക്കുലസ്ലി സ്ട്രോങ് തന്നെയാണ്. എന്തായാലും ബ്ലൂ സ്പിരിറ്റ് വെറുതെ അല്ല ഇവൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. അല്ല, ഞാനിനി എന്ത് ചെയ്യും ബ്ലൂ സ്പിരിറ്റ്? പക്ഷേ അതേസമയം അവളെന്തോ ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. അവളത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ആ ഒരു സോഡാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത്. മോർട്ടൽ, ചിലപ്പോൾ ഇത് ഞാൻ വിചാരിച്ച കിട്ടുന്നുണ്ട് വർക്കൗട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ പറ. എന്താണ് നീ ഒന്നും പറയാത്തത്? എനിക്കധികം ക്ഷമയുള്ള കൂട്ടത്തിലല്ല. മര്യാദക്ക് ഉത്തരം പറയുന്നതാണ് നല്ലത്. ആ സമയത്ത് ബ്ലൂ സ്പിരിറ്റ് പറയുന്നത് അതുപോലെ തന്നെ ജോ കോപ്പി ചെയ്തിട്ട് തുടങ്ങി. അത് കൊള്ളാം. ലീ ഹൗസ് ഹോൾഡ് അവരുടെ ഫ്യൂറി ഡോൺ ക്യുയെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചോ? പെട്ടെന്ന് അവൻ ഞെട്ടി. അല്ല, എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് എനിക്ക് ദി സ്കാർലറ്റ് ഫ്ലെയിം സോ ടെക്നിക്ക് അറിയാം? അതല്ലേ നീ ചോദിക്കാൻ വന്നത്? അതും കൂടെ കേട്ടപ്പോൾ അവൻ വീണ്ടും ഞെട്ടി. എന്നെയും അസോസിയേഷൻ ഹെഡിനെ കൂടെ കൂട്ടി മൊത്തം 4 പേർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയാവുള്ളൂ. ആൻഡ് ഇവൻ ഇവിടേക്ക് വന്ന് വെറൊരു ഹോസ്റ്റേഴ്സ് ആയിട്ടാണ്. പക്ഷേ ഇവൻ എങ്ങനെയാണ് ഇനി എങ്ങാനും അസോസിയേഷൻ ലീഡർ ഇവിടേക്ക് അയച്ചതാണോ? ആ ടൈമിൽ പിന്നെ അവൻ ഓർക്കുന്നതാണ്. നീ എന്തായാലും നിന്റെ ലോയൽറ്റി എന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചതാ 4 ജനറേഷനോളം. എങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് അഥവാ ലീ ഹൗസ് ഹോൾഡിന് ആ ഒരു കിങ് എന്നുള്ള പദവി വീണ്ടും കിട്ടുമെന്ന്. നാശം, ഞാൻ വിചാരിച്ചത് ഞാൻ ഓൾറെഡി അതിനെ പ്രൂവ് ചെയ്ത് കാണിച്ചതാണ്. പക്ഷേ അപ്പോ ലീ ഹൗസ് ഹോൾഡിന് എന്തായാലും ആ കിങ് എന്നുള്ള ടൈറ്റിൽ കിട്ടിക്കാണും. പക്ഷെ പിന്നെന്താണ് നിങ്ങൾ ഈ കോപ്സ് ബ്ലഡ് വാലിയിൽ ചെയ്യുന്നത്? നീ നീ ആരാണ്? നിന്നെ അസോസിയേഷൻ ലീഡറാണോ ഇവിടേക്ക് അയച്ചത്? പറ. അത് കൊള്ളാം. അതെന്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ലല്ലോ. നീ മര്യാദക്ക് പറയുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. കാര്യം ജിയോങ്ങോട്ട് ഒരു പ്രത്യേക രീതിയിൽ അവൻ്റെ കൈകൾ വെച്ചു. അല്ല, ആ ഒരു സോഡാട്ട്, ആ ഒരു ഫിംഗേഴ്സ്, ആ ഒരു പോസ്, അവനൊന്നും തന്നെ പറയാതെ എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ട്രജക്ടറി അത് നേരെ വരുന്നത് എൻ്റെ ശരീരത്തുള്ള 8ഓളം വൈറ്റിലുള്ള പോയിന്റ്സിൻ്റെ നേരെയാണ്. ഓരോ മൂവ്മെൻറ്റ്സും ഫ്ലോലെസ് ആണ്. അവൻ വെറുതെ ചെയ്താണെങ്കിൽ കൂടി ആ ഒരു പ്രഷർ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഈ കാണുന്നത് എൻ്റെ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു മാർഷൽ ആർട്സിനെ പറ്റിയാണ്. ഞാൻ ഈ കാണുന്നത് ദ ലൂണാർ വെയിൻ സോർഡ് ആർട്ടാണ്. നീ അത് റെക്കഗ്നൈസ് ചെയ്തല്ലേ? ലീ ഹോൺ മൂണിന്റെ കൊച്ചുമകനായതുകൊണ്ട് നീ ശരിക്കും യങ്ങായിരുന്നല്ലോ. നീ ഇത് റെക്കഗ്നൈസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ല, ആ പറഞ്ഞത് അതിന്റെ അപ്പൂപ്പന്റെ പേരല്ലേ? നീ ഒരിക്കലും അവളെങ്ങനെ വെറുക്കാൻ പാടില്ല. നമ്മുടെ ലോഡ്, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പകുതി സെർവ് ചെയ്തത് നീ വിചാരിക്കുന്ന പോലെ ഒരു ട്രൈറ്ററിനെ ഒന്നും അല്ല. അപ്പൂപ്പ, നമ്മുടെ വീട്ടുകാരെന്താണ് എല്ലാവരും ട്രൈറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്? ആ ചോദിച്ചതായിരുന്നു ലീ ഹോൺ മൂൺ. ജിയോം, നീ ചോദിക്കുന്നത് നിന്റെ മുഖത്തുള്ള ആ ഒരു ഇഞ്ചുറീസ് കാരണമാണോ? ആ സമയത്താണ് ലീ ജിയോമിനെ കാണുന്നത്. ഇവനാണ് നമ്മുടെ കറണ്ട് ആ ഒരു കോപ്സ് ബ്ലഡ് വാലി മാസ്റ്റർ. ഞാൻ അസോസിയേഷൻ ട്രെയിനിങ് ഹാളിലെ സമയത്ത് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുമായിരുന്നു. പക്ഷേ എല്ലാ കുട്ടികളും കളിയാക്കുന്നത് കേട്ടിട്ടും ഞാൻ പിടിച്ചിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് എൻ്റെ ഫാമിലി ട്രൈറ്റേഴ്സ് ആണെന്നാണ്. എൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ അലയൻസ് ലൂണർ വെയിന് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്നറിയാവോ? അല്ല അപ്പൂപ്പ, ഈ ഒരു ലേബിള് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും തുടച്ചു മാറ്റാൻ സാധിക്കത്തില്ലേ? എന്ത്? നീ എന്താണ് ഈ പറയുന്നത്? ആ ഒരു ടൈറ്റിൽ നമ്മുടെ ലീഗ് നമ്മളെ വിശ്വസിച്ച് നമുക്ക് തന്നതാണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്ട്സ് ആയിട്ട്. പക്ഷേ എനിക്കൊന്നും തന്നെ മനസ്സിലായിരുന്നില്ല. കാര്യം ഞാൻ വീണ്ടും വീണ്ടും എൻലെസ്ലി ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ലോയൽറ്റി അസോസിയേഷൻ ഹെഡിന് കൊടുക്കുന്നില്ല നല്ലത്. കാര്യം എന്തിന്
എന്തിനാണ് ഇങ്ങനെ എല്ലാവരും ട്രൈറ്റീസ് എന്ന് വിളിച്ച് മടുത്തില്ലേ? താങ്കളെ പോലെ ഇത്ര സ്ട്രോങ് ഉള്ള ഒരാൾ ഇവിടെ വേറെ ഒരു വാല്യൂ മാസ്റ്ററായിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള കാര്യം ആ ഒരു ലീഗല്ലേ? താങ്കൾ എന്തുമാത്രം സ്ട്രോങ്ങർ ആണ്. എനിക്കിത് പറ്റത്തില്ല. എനിക്ക് ഈ ലോയൽറ്റി വെച്ചുകൊണ്ട് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞോണ്ട് തിരിഞ്ഞോടി. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാൻ നേരത്ത് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്ത കുറ്റത്തിന് ഞാൻ എന്തിനാണ് ഇങ്ങനെ അനുഭവിക്കുന്നത്? എന്നാൽ എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഞങ്ങളെല്ലാവരും തന്നെ അവളുടെ സബ്ജക്ട്സ് ആണെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ആ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ അപ്പൂപ്പനോട് മിണ്ടിയിട്ടില്ല. ഞാൻ എൻ്റെ മാർഷൽ ആർട്സ് മാത്രം ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. ആർക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പലതും ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ 5th മാസ്റ്ററിയിലേക്ക് എത്തി. ആ സമയത്ത് എനിക്ക് ഫ്ലെയിം ആർട്ട് ഗൈഡ് ചെയ്യാനും പറ്റി. ദ സ്കാർലറ്റ് ഫ്ലെയിം സോർട്ട് ടെക്നിക്ക് കൾട്ടിവേറ്റ് ചെയ്യാനും പറ്റി. സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ 20 വയസ്സിന് മുമ്പ് ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ആൾ അത് ഞാനായിരുന്നു. ഞാനത് ചെയ്തു. എനിക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഹൗസ് ഹോൾഡിൽ തന്നെ ആരും തന്നെ ഈ സ്കാർലറ്റ് ഫ്ലെയിം സോർട്ട് ടെക്നിക്ക് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്തിട്ടില്ല. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈവൻ 8th മാസ്റ്ററിലുള്ള എൻ്റെ അപ്പൂപ്പൻ പോലും അവിടേക്ക് എത്തിയപ്പോൾ ഒരു വാൾ പോയി തട്ടി അദ്ദേഹത്തിന് മുന്നിലേക്ക് നയിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ വിചാരിച്ചത് ഞാൻ 8th മാസ്റ്ററിലേക്ക് എത്തുന്നിടത്ത് എനിക്ക് ഉറപ്പായിട്ടും അത് തുറന്ന് 9th മാസ്റ്ററിലേക്ക് കടക്കാവുന്നതാണ്. പക്ഷേ അത് വെറും വെറുമൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. പിന്നെ കാണുന്നത് അവൻ്റെ ശരീരം നിന്ന് കത്തുന്നതാണ്. ഞാൻ ഞാൻ റഷ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് ശരിക്കും വലുതായിരുന്നു. യമോസർ ആ സമയത്ത് അവൻ്റെ ശരീരം കംപ്ലീറ്റ്ലി നിന്ന് കത്താനായിട്ട് തുടങ്ങി. ഈ ഫ്ലെയിം ആർട്ടിനെ നമ്മൾ ഗൈഡ് ചെയ്യുന്നിടത്ത് നമ്മുടെ ശരീരത്തുള്ള ആ ഒരു ഫ്യൂറി ഡോൺ ക്യൂയെ വീണ്ടും സ്ട്രോങ്ങറായി മാറിക്കൊണ്ടേയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന യൂസറിൻ്റെ ബോഡി തന്നെ കത്തിക്കും. പക്ഷേ ഞാൻ ഞാൻ ഇങ്ങനെയാണോ മരിക്കാൻ പോകുന്നത്? ഞാൻ പെട്ടെന്നാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് ആ തീയെല്ലാം നേരെ പുറകിലേക്ക് ചെന്നത്. അല്ല, അപ്പൂപ്പൻ, ഈവൻ എൻ്റെ അപ്പൂപ്പനാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും അവർ ഇതുവരെ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഈ ഒരു ഫ്യൂറി ഡോൺ ക്യൂവിനെ റെസ്ട്രെയിൻ ചെയ്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹം അത് അബ്സോർവ് ചെയ്തു. പിന്നെ കാണുന്നത് അദ്ദേഹം കംപ്ലീറ്റ്ലി അതങ്ങോട്ട് വലിച്ചെടുക്കുന്നതാണ്. ഇല്ല, അങ്ങനെ ചെയ്യല്ലേ, അത് ശരിക്കും ഡേഞ്ചറസ് ആണ്, മാറി നിൽക്കേ. 4 വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് അദ്ദേഹത്തിനെ കാണുന്നത്. പക്ഷെ ഇല്ല, അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൈ ഇങ്ങോട്ട് ഉയർത്തി. എന്നിട്ട് അവന്റെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. അവന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ അവന്റെ അപ്പൂപ്പൻ അവിടെ നിന്ന് കത്തി ചാമ്പലാകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു. ആ ഒരു സങ്കടം അവനെ വല്ലാണ്ട് അലട്ടി. സ്വന്തം അപ്പൂപ്പൻ താൻ ചെയ്ത കുറ്റത്തിൽ മരിക്കുന്നത് അവൻ കണ്ടു നിന്നു. എന്നെ നന്നായിട്ട് അത് ട്രോമറ്റൈസ് ചെയ്തിരുന്നു. ട്രീറ്റ്മെന്റ് സമയത്ത് ഞാൻ ഉച്ചത്തി കിടന്ന് അലറിയിരുന്നു. എൻ്റെ ബോധം പോയത് ഞാൻ കാറി കാറി അവശനായിട്ട് മാത്രമായിരുന്നു. അതിനുശേഷം എൻ്റെ അപ്പൂപ്പൻ്റെ ഫ്യൂണറൽ നടന്നു. ഞാൻ എൻ്റെ അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം പറ്റി പറഞ്ഞു. ആൻഡ് അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ കാരണമാണെന്ന് പറയുകയും ചെയ്തു. എന്നെ എന്നെ പണിഷ് ചെയ്യണം പ്ലീസ്, എന്നെ. പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ പോലും എന്നെ ബ്ലെയിം ചെയ്തില്ല. നിന്റെ അപ്പൂപ്പൻ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ലായിരിക്കും. ഇത് നീ വെച്ചോളൂ, ഇത് നിന്റെ അപ്പൂപ്പൻ നിനക്ക് വേണ്ടി എഴുതിയ അവസാനത്തെ പോയമാണ്. അവനിത് തുറന്ന് വായിക്കുകയും ചെയ്തു. ഞാൻ ഇന്നും ഓർക്കുന്നു എൻ്റെ ആദ്യ ചുവടുകൾ. ആ വസ്ത്രത്തിൽ അവൾ മുന്നിലേക്ക് വന്നപ്പോൾ അവിടെ കീഴടക്കിയത് എൻ്റെ ഹൃദയം മാത്രമല്ലായിരുന്നു, എൻ്റെ ജീവിതം തന്നെയാണ്. എൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെ, അദ്ദേഹം മരിക്കുന്ന ആ നിമിഷം വരെ ഒരിക്കലും ആ ലോയൽറ്റി ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ആ ലോയൽറ്റി കാരണം തന്നെ അവൻ്റെ സ്വന്തം കൊച്ചുമകൻ ഇൻസൾട്ട് ചെയ്ത് ആ ലോയൽറ്റിനെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് ആ ദിവസം ഞാനൊരു തീരുമാനമെടുത്തു. അപ്പൂപ്പ, ഞാൻ ഇനി മുതൽ താങ്കളുടെ വിൽ ഉറപ്പായിട്ടും ക്യാരി ഔട്ട് ചെയ്യുന്നതാണ്. ഇനി മുതൽ ഞാനായിരിക്കും താങ്കളുടെ ജീവിക്കാൻ പോകുന്നത്. കുറേ അധികം നാണക്കേടുകൾ ഞാൻ സഹിക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ എല്ലാം തന്നെ എൻഡ്യൂർ ചെയ്തു. കാര്യം എനിക്ക് ഉറപ്പായിരുന്നു ഈ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ദിവസം എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞ് എൻ്റെ ലീഗിനെ കണ്ടുമുട്ടാൻ പറ്റുമെന്ന്. എനിക്ക് വ്യക്തമായി തന്നെ ഉറപ്പായിരുന്നു എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞ ആ ഒരു ദിവസം എത്തുമെന്ന്. നിനക്ക് എങ്ങനെയാണ് മാർഷൽ ആർട്സ് അറിയാവുന്നത്? നീ നീ ആരാണ്? ലൂണർ വെയിനിപ്പോ ഇല്ലല്ലോ. നീ നീ ആരാണ്? എങ്ങനെയാണ്? അതിലുപരി ആ ഒരു സീക്രട്ട് ടെക്നിക് ഇപ്പൊ ആർക്കും തന്നെ വായിക്കാൻ പറ്റത്തില്ല. അതറിയാവുന്ന ഒരാൾ ഇപ്പൊ മിസ്സിങ്ങുമാണ്. പകരം നീ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്? 1000 വട്ടം കേൾക്കുന്നതിനായിട്ട് നല്ലത് ഒരു തവണ നീ ശ്രദ്ധിച്ച് കാണുന്നതല്ലേ. നീ തന്നെ നേരിട്ട് കണ്ടോളൂ. അതിനുശേഷം അവനതിനെ അങ്ങോട്ട് റിലീസ് ചെയ്തു. എൻ്റെ അപ്പൂപ്പൻ പലതവണ അവളെപ്പറ്റി പറഞ്ഞിരുന്നു. വളരെ ഭംഗിയേറിയ ശരീരം, രക്തക്കളറിലെ കണ്ണുകൾ, അവൾ സ്ട്രോങ്ങർ ആയിരുന്നു. അതേസമയം അവനിലൂടെ അവൻ്റെ അപ്പൂപ്പനാണ് ആ കാഴ്ച കണ്ടത്. ഈ അസോസിയേഷനിലെ തന്നെ ഏറ്റവും ഭംഗിയേറിയ ഞാൻ, ലീ ജിയോങ്, പെട്രിയച്ച് ഓഫ് ദി ലീ ഹൗസ് ഹോൾഡ്, ദ ലൂണാർ വെയിൻ മാസ്റ്ററിനെ ഇതാ ഗ്രീറ്റ് ചെയ്യുന്നു. മൈ ലീഗ് എന്ന് പറഞ്ഞ് അവനോടെ തല
കുനിക്കുകയായിരുന്നു നമ്മുടെ ബ്ലൂ സ്പിരിറ്റിനെ കണ്ടതിന് ശേഷം. അവനൊന്നും അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ലീ ഹൗസ് ഹോൾഡിന്റെ ബ്ലഡ് ലൈൻ ഉറപ്പായിട്ടും ലോയിലായിട്ട് തന്നെ സ്റ്റേ ചെയ്യുമെന്ന്. മോർട്ടൽ, നീ അത് കണ്ടോ? അപ്പോ അവളൊരു വെഞ്ചൻഫുൾ സ്പിരിറ്റ് ആയിട്ടും മനുഷ്യരെ വിശ്വസിക്കുന്നു. വിട്ടി തന്നെ. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ലീ ഹൗസ് ഹോൾഡ് അവരുടെ അലയൻസ് ഇപ്പോഴും ഇങ്ങനെ വെക്കുമെന്ന്. സത്യം പറഞ്ഞാൽ അവളത് ഡിസപ്പോയിന്റഡ് ആകുമെന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നീ നിന്റെ തലയുയർത്തു. കുറച്ചധികം നാളായില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവളത് ശ്രദ്ധിക്കുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ ജിയോ അങ്ങോട്ട് അവളങ്ങോട്ട് സീൽ ചെയ്യാനിട്ട് തുടങ്ങി. അവളെ കംപ്ലീറ്റ്ലി ആ ഡോളിൻ്റെ അത് അവൻ സീൽ ചെയ്ത് വെച്ചു. എടാ നാറി മോർട്ടലെ, നീ എന്ത് ചെയ്യുവാണ്? അല്ല, അതെന്തു പറ്റി? എൻ്റെ ലേക്ക് എവിടേക്കാണ് പോയത്? നീ കണ്ടില്ലേ, അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇല്ല, എനിക്കൊന്നുകൂടെ കാണാം. എനിക്ക് കുറേയധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിന്റെ മുമ്പിൽ തന്നെയുണ്ട്. എന്ത്? അല്ല, ഇവനെന്താ നീ പറയുന്നത്? ഞാൻ അവളുടെ വെസലാണ്. അത് കേട്ടപ്പോൾ വാലി മാസ്റ്റർ ഞെട്ടി. ബ്ലൂ സ്പിരിറ്റ്, നീ ചിലപ്പോൾ അവനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഒട്ടും തന്നെ അവനെ വിശ്വസിക്കുന്നില്ല. ഇവൻ എൻ്റെ കൺട്രോളിലാകുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നുമില്ലെങ്കിലും ഇത്ര നാളുണ്ടായിരുന്ന അലയൻസ് അല്ലേ, അതെനിക്കെന്തായാലും. ഇത് നീ വെച്ചോളൂ. അല്ല, ഇത് ഇതാ കംപ്ലീറ്റ് ടെക്നിക്കാണോ? അപ്പം എന്നോട് പറഞ്ഞിരുന്നു. ഞാനും എൻ്റെ ലീഗും കൂടിയാണ് ആ ഒരു ഫ്ലെയിം ആർട്ട് ഗൈഡ് ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കാരണം ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പെട്ടെന്ന് അവൻ വായിച്ചു നോക്കി. അല്ല, ഈ ഒരു ഡയഗ്രാം ഷൂ പോയിന്റിൽ നിന്ന് ആ ഒരു യാങ് ലിങ്ക് വെസലിലേക്ക് ചെല്ലുന്നു. ഇത് ഇത്ര ഈസി ആയിരുന്നോ? താങ്കൾ ശരിക്കും അമേസിംഗ് ആണല്ലോ. ഈസിയോ? കോപ്പാണ്. മരിച്ച മണ്ണടിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ സ്പിരിച്വലായി ഓപ്പൺ ആയതിനു ശേഷം മാത്രമാണ് അത് കാണാൻ സാധിച്ചത്. പക്ഷേ ഞാൻ അനാവശ്യമായിട്ട് എനിക്ക് ഇവരോട്ടുള്ള ബന്ധം എല്ലാം തന്നെ അവനോടൊക്കെ പറയുകയും ചെയ്തു. അവൻ എന്തായാലും അത് മുതലെടുക്കുകയും ചെയ്തു. അല്ല, ഇത് കണ്ടിട്ട് പൂർണ്ണമായിട്ടൊന്നുമില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാണ്. എന്ത്? അത് പൂർണ്ണമല്ല, പക്ഷെ അതെനിക്ക് ആക്കാൻ സാധിക്കും. ഞാനിത് പറയാത്തതിന്റെ കാര്യം, നിങ്ങളിപ്പോൾ ലീ ഹൗസ് ഹോൾഡിന്റെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് റിക്കവർ ചെയ്യാനായിട്ടല്ല നോക്കുന്നത്. അത് വീണ്ടും ചെയ്യാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. എന്നിട്ട് കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. അടുത്ത നിമിഷം ആ നേരെ മുട്ടുകുത്തി തല കുനിച്ചു അവന്റെ മുമ്പിൽ. ഞാൻ ഈ മുട്ടുകുത്തി എൻ്റെ തല കുനിക്കുന്നത് ആ ഒരു ടെക്നിക്ക് കൊണ്ട് മാത്രമല്ല, ഞാൻ എൻ്റെ ലോയൽറ്റി ഒരു തവണ ഇവിടെ സെർച്ച് ചെയ്ത് തരുവാണ്. താങ്കൾ മരിച്ച് ഒരു സ്പിരിറ്റ് ആയിട്ട് കൂടി ഞാൻ താങ്കളെ ബോ ചെയ്യുന്നത് അതിൻ്റെ റെസ്പെക്ട് കൊണ്ടാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ തന്നെ കുറച്ചു നേരം നിന്നു. നീ അത് കണ്ടില്ലേ അവരെങ്ങനത്തെ മനുഷ്യരാണെന്ന്? നിനക്ക് ധൈര്യമായിട്ട് തന്നെ ലീ ഹൗസ് ഹോൾഡിനെ വിശ്വസിക്കാം. എനിക്കറിയാം നീ മനുഷ്യർ അത്ര പെട്ടെന്ന് വിശ്വസിക്കത്തില്ലെന്ന്. പക്ഷേ ഞാനും അവനെ വിശ്വസിക്കുന്നുണ്ട്. നിനക്കെന്നെ വിശ്വസിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ലീ ഹൗസ് ഹോൾഡിനെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ സഹായിക്കത്തില്ലെന്ന് ബ്ലൂ സ്പിരിറ്റ് പറയും. മൈലിക്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അത് റൂഡ് ആകുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണത്? ചോദിക്കൂ. ആ ഒരു ഗ്രേറ്റ് ബാറ്റിൽ ഓഫ് ഹൈങ്ങിനെ പറ്റി എനിക്കൊന്ന് അറിയാൻ സാധിക്കുമോ? ദ ഗ്രേറ്റ് ബാറ്റിൽ ഓഫ് ഹൈങ്ങോ? അതെ, 100 വർഷത്തിന് മുമ്പ് താങ്കളെ ട്രൈറ്റർ എന്ന് മുദ്രകുത്തിയ ആ ഒരു യുദ്ധത്തിനെ പറ്റി. താങ്കൾ അന്നല്ലേ മരണപ്പെട്ടത്? ആ ദിവസത്തിന്റെ സത്യാവസ്ഥയെ പറ്റി എനിക്ക് അറിയണം. കൊള്ളാം. നീ എന്തിനാണ് എന്നെ നോക്കുന്നത്? നീയല്ലേ കുറച്ച് കള്ളം പറഞ്ഞത്? നീ എൻ്റെ വെസലാണെന്നോ? നീ തന്നെ പറ. നീ തന്നെ സെറ്റാക്കിക്കോ. എന്തായാലും കറക്റ്റ് സമയത്താണ് ചോദിച്ചത്. നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണം. നീ കൺഫസ് ചെയ്യേണ്ടി വരുമല്ലോ. നിനക്കെന്താ അറിയാവുന്നത്? പെട്ടെന്ന് അവൾ ഞെട്ടി. എനിക്ക് ഹെവൻ എർത്ത് അസോസിയേഷന്റെ ആ ഒരു വേർഷൻ കൂടെ കേൾക്കണമെന്നുണ്ട്. അല്ല, ഇവൻ ഇവൻ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം തിരിച്ചു ചോദിച്ചോ? എന്നോട് ക്ഷമിക്കണം, പക്ഷേ ആ പറഞ്ഞത് കുഴപ്പമില്ല. നിനക്ക് എന്താണെങ്കിലും എൻ്റെ അടുക്കെ പറയാം. ബ്ലൂ സ്പിരിറ്റ്, ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ. നീ സമയം കിട്ടിയപ്പോൾ എൻ്റെ അടുക്കെ പറഞ്ഞാൽ പോരുന്നാന്ന് പറയാൻ നേരത്ത് അവൾ കിടന്ന് ബഹളം ഉണ്ടാക്കണമെങ്കിലും അവൻ മൈൻഡ് ഒന്നും ചെയ്യത്തില്ല. ഇനി എന്തായാലും നിന്റെ പാസ്റ്റിനെ പറ്റി എനിക്കൊന്ന് അറിയാം. ബ്ലൂ സ്പിരിറ്റ് മൂൺ ഡിവിഷന്റെ ലീഡറായിരുന്നു. അതിലുപരി ഹെവൻ എർത്ത് അസോസിയേഷനായിട്ട് ഒരു ബന്ധമുണ്ട്. അവസാനം അവളൊരു റെസ്റ്റ് ആൻഡ് ഫുൾ സ്പിരിറ്റായി മാറുകയും ചെയ്തു. അന്ന് സംഭവിച്ചത് മോർട്ടൽ, ഞാൻ പറയുന്നേക്ക് ഞാൻ ഈ ഡോളും പഠിച്ച് ഉറപ്പായിട്ട് പുറത്തോട്ട് വരും. ഞാൻ പറയുന്നേക്ക്, നീ ഇത് കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവർ രണ്ടുപേരും ഒരേപോലെ ഞെട്ടിയത്. അവൻ നേരെ പുറത്തേക്ക് നോക്കി. അല്ല, എന്തു പറ്റി? ഇവിടെയുള്ളവർ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മുടെ ലീ ആട്ടെ എൻ്റെ മുമ്പിലേക്ക് നടന്നു. അവൻ പുറത്തേക്ക് നോക്കി കുറച്ചു നേരം നിന്നിട്ട് പറയുകയും ചെയ്യും. വാലി മാസ്റ്റർ ലീ, യെസ് മൈ ലീഗ്, ഇത് വലിയ പ്രശ്നം കാണത്തില്ല. എനിക്ക് താങ്കളോട് ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഞാൻ കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു മലയുടെ അടിവാരത്ത് അമേസിംഗ് ഉള്ള ഒരു എനർജി. പക്ഷേ അത് നമ്മുടെ സോഹയുടെ എനർജിയാണ്. സോഹയുടെ നിലത്ത് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ എൻ്റെ ഇൻസെക്ട് പോയിസൺ ഇവിടെ തന്നെയുണ്ട്. പിന്നെ കാണിക്കുന്നത് ഏകദേശം അരമണിക്കൂർ മുമ്പുള്ള കാര്യമാണ്. അല്ല, ആ കാണുന്നത്
പെട്ടെന്നാണ് അവനോട് ഇറങ്ങിയത്. എൻ്റെ പേര് ഫോങ് യാങ് എന്നാണ്. ഞാൻ അണ്ടർഗ്രൗണ്ട് അസസിൻ പാവലിയൻ മാസ്റ്ററിനെ ഇതാ ഗ്രീറ്റ് ചെയ്യുന്നു. നീ എവിടേക്ക് പോന്നു? ഞാൻ ആ സ്പൈസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണോ? അല്ല, താങ്കൾ തന്നെയാണ് ഈ കോപ്സ് ബ്ലഡ് വാലിയിലേക്ക് വന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ആ ഒരു ട്രയൽസിന് എന്തെങ്കിലും തരത്തിലാ ഈ ഒരു എക്സാം നിർത്താൻ പറ്റുന്ന കണക്കിലുള്ളത്? അങ്ങനെ ചോദിച്ചാ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ മറ്റൊരു കാര്യം ഉണ്ടായി. ഒരു ട്രെയിനി ഉണ്ട്. അവന്റെ പേര് മോക്ക് ജിയോൺ വൺ എന്നാണ്. അവൻ ആ 100 ഓഫ് ദി വീക്കിനെ കൊന്നു കളഞ്ഞു. എന്ത്? 100 ഓഫ് ദി വീക്കിനെയോ? മാസ്റ്റർ, അതാണ് പയ്യൻ. ഞാൻ പറഞ്ഞ പയ്യൻ അവനാണ്. അവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്ത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പയ്യൻ, അവന് 1 മാസം പോലും ആയിട്ടില്ല മന്ത്രവാദം പഠിച്ചിട്ട്. പക്ഷേ എന്നിട്ടും 100 ഓഫ് ദി വീക്കിനെ അവൻ കൊന്നെന്നോ? ഇത് ശരിക്കും ചെറിയൊരു ടാലന്റ് ഒന്നുമല്ല. ഇത് വലിയൊരു ടാലന്റ് തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ല. അവനെ നമുക്ക് എന്തായാലും കണ്ടെത്താം. അല്ല, താങ്കൾ അടുത്ത സെക്കൻഡിലാണ് അവൻ ആ മാജിക് അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തത്. താങ്കൾ എന്ത് ചെയ്യുവാണ് മാസ്റ്റർ? എന്ത് പറ്റി? അടുത്ത സെക്കൻഡ് കേഴ്സ്ഡ് എനർജി ബാരിയർ അവനങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. അല്ല, ഈ ഒരു സ്കില്ല് ഒട്ടും തന്നെ നിസ്സാരമല്ല. അത് മാത്രമല്ല, 3 റെലത്തിന്റെ മുമ്പിലേക്കുള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്കില്ല് അത്രത്തോളം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതേം എന്തിനാണ് ഇത് ഇവിടെ യൂസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഒരു ചങ്ങല നേരെ പുറത്തേക്ക് വന്നത്. അടുത്ത സെക്കൻഡ് ആ നേരെ താഴത്തേക്ക് ആക്കിയത് നമ്മുടെ സോഹയുടെ നിലത്ത് വന്ന് വീണു. അങ്ങനെയാണ് സോഹനെ അവർ പിടിച്ചത് തന്നെ. അണ്ടർഗ്രൗണ്ട് അസാസിൻ പാവലിൻ മാസ്റ്ററായുള്ള സിയോക്ക്. സിയോക്ക് എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ച് ആയുള്ള മന്ത്രവാദിയായിരുന്നു. മറ്റുള്ളവരെല്ലാവരും അവനിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. കാര്യം അവൻ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നത് ഈ ഡിവൈൻ സ്പിരിറ്റിനെയും അതേപോലെ തന്നെ ഈ പോയ്സൺ ആർട്ടിനൊക്കെ ആയിരുന്നു. അവൻ ഏകദേശം 60 വയസ്സുള്ളപ്പോൾ മൗണ്ട് മോസ് സെക്റ്റിന്റെ ഒരു സീക്രട്ട് ആയുള്ള ഗുഹയിൽ നിന്ന് ഒരു സീക്രട്ട് ടെക്നിക്ക് അവൻ ഡിസ്കവർ ചെയ്തു. എന്നാൽ അതിൻ്റെ അകത്തുണ്ടായിരുന്ന 60% മന്ത്രവാദവും എല്ലാവരും റിജക്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് അവൻ ഈ ഹെവൻ എർത്ത് അസോസിയേഷനിലേക്ക് വരുന്നത്. കാര്യം 64ഓളം വരുന്ന ഈ ഒരു മന്ത്രവാദം പാവലൻസ് എല്ലാം തന്നെ അത് ബാൻ ചെയ്തത് കൊണ്ട് തന്നെ അവനത് യൂസ് ചെയ്യാൻ സാധിച്ചില്ല. സോ എല്ലാം വിട്ടഴിഞ്ഞ് അവൻ ഹെവൻ എർത്ത് അസോസിയേഷനിലേക്ക് വന്നു. വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആൻഡ് പവർഫുൾ ആയുള്ള ഷമാൻസ് ആയിട്ട് മാറി, അഥവാ മന്ത്രവാദിയായിട്ട് മാറി. അല്ല, ഇതാണ് താങ്കൾ പറഞ്ഞ ഈ ഇൻസെറ്റ് ആയുള്ള പേഴ്സൺ. താങ്കളുടെ എനർജി ബാരിയർ കാരണം എനിക്കതിനെ കാണാൻ പറ്റുന്നുണ്ട്. അതെ, ഇത് തന്നെയാണ്. കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ ഇതൊരു ബ്ലൂ സ്പിരിറ്റ് ആയെന്നും. ഇത് ശരിക്കും ഇംപ്രസീവ് ആണല്ലോ. നാശം, ആ മനുഷ്യൻ, അവനാണ് എന്നെ നരകത്തിലേക്ക് തള്ളിയിട്ടത്. എനിക്കവനെ കൊല്ലണമെന്നുണ്ട്, ഇപ്പൊ തന്നെ കൊല്ലണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഇന്നേറ്റുള്ള എനർജി അത് ശരിക്കും കുറവാണ്. ഇനി എനിക്ക് അധികം സമയമില്ല. എത്രയും പെട്ടെന്ന് മാസ്റ്ററിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അവൻ നേരെ അവിടേക്ക് ഓടി. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനൊരു അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്ക് സോഹയുടെ മേത്ത് വന്ന് പതിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് അവനെ നിലത്തേക്ക് വീണ്. നായകളെ, നിന്നെയൊന്നും ഒരിക്കലും ഞാൻ വെറുതെ വിടത്തില്ല. എല്ലാത്തിനും ഞാൻ കൊല്ലും. നിന്റെ നാക്കിന് ശരിക്കും ഹെല്ലില്ല. പക്ഷെ കുഴപ്പമില്ല, അതിപ്പോ തീർന്നോളും. കാര്യം നീ എൻ്റെ ഫെമിലിയർ സ്പിരിറ്റ് ആകാൻ പോകുകയാണ്. അടുത്ത നിമിഷം തന്നെ അവനെ മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങി. ഒരു റെസ്റ്റൽഫുൾ സ്പിരിറ്റിനെ എൻ്റെ ഫെമിലിയർ സ്പിരിറ്റ് ആകുന്നത് നിയർലി ഇമ്പോസിബിൾ ഉള്ള കാര്യമാണ്. പക്ഷേ ഞാൻ എങ്ങാനും സക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കലാമിറ്റി എന്ന് വിളിക്കുന്ന അതിനെ എൻ്റെ കൈക്കുള്ളിലാക്കാൻ പറ്റും. സോ കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ സംസാരിക്കൂ. ഞാനാണ് ഇനി നിന്റെ മാസ്റ്റർ. സംസാരിക്കൂ. വായടക്കടാ പൊന്നക്കളവാ, പോയി ചത്തുതൊല. അത് കേട്ടപ്പോ അവൻ ശരിക്കും ഞെട്ടി. എന്ത്? ഞാൻ പരാജയപ്പെട്ടോ? എങ്ങനെ? സാർ, മറ്റൊരാളുടെ പട്ടീനെ പിടിക്കുന്നത് അതത്ര നല്ലൊരു കാര്യമല്ലെന്ന് പറഞ്ഞ് ജിയോങ് അവിടേക്ക് നടന്നു വന്ന്. മാസ്റ്റർ! എന്ത്? മാസ്റ്റർ എന്നോ? മാസ്റ്റർ, ഞാൻ പറഞ്ഞില്ലേ അത് അവനാണ് മോക്ക് ജിയോൺ വൺ. ഞാൻ പറഞ്ഞവൻ. എന്ത്? അല്ല മാസ്റ്റർ, താങ്കളോ? മോക്ക് ജിയോൺ വൺ ഇതെന്റെ മാസ്റ്ററാണ്. ആ സമയത്ത് അവൻ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നു. ഓ അതെയോ, ഞാൻ എൻ്റെ ഗ്രീറ്റിംഗ്സ് നേരുന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ, എന്താണ്? ചോദിച്ചോളൂ. നീയാണോ അതിൻ്റെ ഓണർ? എന്ത്? അയ്യോ, അതിനെപ്പറ്റി ഈ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും. സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. ശരിക്കൊരു മോൺസ്റ്റർ തന്നെയാണ്. അതെ, ഞാനാണ് അതിൻ്റെ ഓണർ. എന്ത്? എങ്ങനെ? എങ്ങനെയാണ്? അതിനൊരു ഓർഡർ കൊടുക്ക്. എന്താണെന്നൊന്നും എനിക്കറിയണ്ട. പക്ഷേ ഈ സ്പിരിറ്റിന് നീ ഒരു ഓർഡർ കൊടുക്കണം ഇപ്പോൾ തന്നെ. സോഹ, ഇവിടേക്ക് വാ. യെസ് മാസ്റ്റർ എന്ന് പറഞ്ഞ് അവൻ നേരെ നടന്ന് അവരുടെ ഇടയിലൂടെ മുന്നിലേക്ക് പോയി. നീ നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? മര്യാദക്ക് സത്യം പറ. സത്യം പറയാനോ? ഞാനിതിലാണ് പറയുന്നത്. എനിക്ക് പറയണമെന്ന് ഒരാഗ്രഹമില്ല. എങ്കിൽ നീ എന്നെ അനുസരിക്കത്തില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനത് അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തു. ആ ഒരു കേഴ്സ്ഡ് ബീൻസ്. അതേസമയം ജിയോങ്ങിന്റെ കാലുണ്ടെന്ന ആ ഒരു ബ്രേസലിലും ആ ഒരു വെളിച്ചം വന്നു. ഹോ, അതെന്തായാലും കൊള്ളാം. അല്ല, ദ കേഴ്സ്ഡ് ബീഡ്സ് ഇതെന്തായാലും ഒരു സബ്ജക്റ്റീവായുള്ള ഫോഴ്സ് പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. എങ്കിലും ഇത് ഇപ്പോൾ വർക്ക് ചെയ്യില്ലെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും.
ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങി. നീ ഇത് നേരത്തെ തന്നെ അവന് കൊടുത്തിരുന്നോ? അതെ, താങ്കൾക്ക് കാണുന്ന പോലെ അവനത്ര നന്നായിട്ട് അനുസരിക്കത്തൊന്നുമില്ല, അതുകൊണ്ട്. ശരിയാണ്, ജോ എന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിപ്ലിൻസിൽ ഒരാളാണ്. അവൻ ശരിക്കും ശൂത്രശാലിയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ നമ്മുടെ ജിയോ ഇങ്ങനെ മുഖം നോക്കി ഒരൊറ്റ അങ്ങോട്ട് ചെയ്തു. മാസ്റ്റർ, എന്ത് ചെയ്യുവാണ്? നിന്റെ സോർസറി വർക്കായോ ഇല്ലയെന്നൊന്നും അറിയണ്ടേന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്തിന് പിടിച്ച് അവൻ ചവിട്ടാനായിട്ട് തുടങ്ങി. മാസ്റ്റർ, അത് വർക്കായി, എനിക്കുറപ്പാണ് അത് വർക്കായി. ഇതേ സമയത്ത് ജിയോന്റെ കഴുത്ത് നെരുക്കി അവൻ്റെ മുഖമൊക്കെ ചുമന്ന് വരുന്നുണ്ടെങ്കിലും അവൻ റിയാക്ട് പോലും ചെയ്തില്ല. ശരിയാണ്, അത് വർക്കായെന്നാണ് തോന്നുന്നത്. അവൻ എഴുന്നേപ്പിച്ചെടുത്തു. എന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കൂ. യെസ് മാസ്റ്റർ. മോക്ക് ജോൺ വൂൺ, പറ, എങ്ങനെയാണ് അത് നിന്റെ ഫെമിലിയർ സ്പിരിറ്റ് ആയിട്ട് മാറിയത്? അസോസിയേഷൻ മാസ്റ്റർ. എന്ത്? എന്താണ് നീ ഇപ്പൊ പറഞ്ഞത്? അസോസിയേഷൻ മാസ്റ്ററോ? അതിന്റെ പേര് എന്താണ് നീ ഇവിടെ പറഞ്ഞത്? അസോസിയേഷൻ മാസ്റ്റർ, അസോസിയേഷൻ. നീ എന്താണ് പറയുന്നത്? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഉച്ചത്തി പറ, ഉച്ചത്തി. അസോസിയേഷൻ മാസ്റ്റർ. അടുത്ത സെക്കൻഡിൽ അവൻ ചിരിച്ചു. പിന്നെ കാണുന്നത് ഒരറ്റക്ക് അവൻ അങ്ങോട്ട് ചെയ്തതാണ്. അത് അവന്റെ നെഞ്ചത്ത് കൂടെ. അസോസിയേഷൻ മാസ്റ്റർ ഇവിടെ വന്നിട്ടില്ല. അവന്റെ കൈകാലുകൾ പതുക്കെ വിറക്കാനായിട്ട് തുടങ്ങി. നീ നീ അത് ചെയ്യാൻ പാടില്ല, സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ വിരല് അവൻ തിരിച്ചൊടിച്ചു. നീ ശരിക്കും നല്ലൊരു മന്ത്രവാദിയാണ്, പക്ഷെ നിന്റെ ശരീരം ടെക്നിക്കലി ഒരു നോർമൽ ശരീരം തന്നെയാണ്. നീ എന്താണ് ചെയ്തത്? മര്യാദക്ക് അവൻ അഴിച്ചുവിടുന്നും പറഞ്ഞ് അവൻ ആ ബെയിൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അവിടെ ഒന്നും തന്നെ യൂസ് ആയില്ല. അല്ല, ഇതെന്താണ് യൂസ് ആകുന്നത്? എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയോ? ഇല്ല, ഇവൻ എനിക്ക് എന്റെ കൺട്രോളിലാക്കാൻ പറ്റിയെന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ നേരെ ബാക്കിലേക്ക് ചാടി. എന്നിട്ട് 2 ഡിവൈനുള്ള ബീൻസിനെ അവൻ അങ്ങോട്ട് റിലീസ് ചെയ്തു. അത് 2 മാസീവ് ഉള്ള ബീങ്സ് ആയിരുന്നു. ദ വില്ലോ സ്പിരിറ്റ് ഓഫ് ഡിവൈൻ ജെറൽ എന്നാണ് അതിനെ അറിയപ്പെട്ടത്. അതുകൊള്ളാം, അതെന്ത് മന്ത്രവാദമാണ്? ഞാൻ ഇതുവരെ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ലല്ലോ. വാകടക്കട നാറി, നീ എന്നെ എപ്പോഴെങ്കിലും മാസ്റ്റർ എന്ന് കൺസിഡർ എങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു മാസ്റ്റർ എപ്പോഴത്തെ മാസ്റ്റർ അല്ലേ? ഈ പാവകൾ, അവർക്ക് എന്തായാലും സ്ട്രേഞ്ച് ഉള്ള ഒരു എനർജി ഉണ്ട്. പക്ഷെ സോഹയ്ക്ക് ഒറ്റയ്ക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ബ്ലൂ സ്പിന്നെ എനിക്ക് ഇവിടേക്ക് വിളിക്കാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ മാസ്റ്റർ, ഞാൻ താങ്കൾക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? അടുത്ത സെക്കൻഡിൽ അവനങ്ങോട്ട് വലിച്ചെടുത്തു. അവന്റെ ശരീരത്തിൽ നിന്ന് അത് പറിച്ചങ്ങോട്ട് എടുക്കെ ചോര ചിന്തിക്കൊണ്ട് ആ ഒരു ഹെഡ് മാസ്റ്റർ നേരെ നിലത്തേക്ക് വീണു. എടാ നാറി, നീ. മാസ്റ്റർ, താങ്കളുടെ ശിഷ്യൻ ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടും താങ്കൾ എന്താണ് അതെടുക്കാത്തത്? എന്താണ് നീ പറഞ്ഞത്? അത് കൊള്ളാം. താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. താങ്കൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ദി അണ്ടർഗ്രൗണ്ട് അസോസിയേഷൻ പാവലിന്റെ മാസ്റ്റർ പൊസിഷനിലേക്ക് കയറാൻ സാധിക്കത്തില്ലേ? അത് കേട്ടപ്പോ അവൻ ഞെട്ടിത്തെറിച്ചു പോയി. അപ്പോ നീ പറയുന്നത് എന്റെ മാസ്റ്റർ മരിച്ചത് ഞാൻ കാണാതെ ഇവിടെ ഞാൻ എല്ലാം പൊട്ടനെ പോലെ നിൽക്കണമെന്നാണ്? സംഭവം ഉള്ളത് പറഞ്ഞ അദ്ദേഹത്തിനോട് എനിക്ക് വലിയ അഫെക്ഷൻ ഒന്നുമില്ല. പക്ഷേ സ്വന്തം മാസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഡിസിപ്ലിൻ എങ്ങനെയാടാ ഇവിടുത്തെ ഒരു ഹെഡായിട്ട് മാറാൻ പോകുന്നത്? നീ കാരണം എന്റെ പൊസിഷൻ കംപ്ലീറ്റ്ലി ഒരു അപകടമായ അവസ്ഥയിലാണ്. മാസ്റ്റർ, എന്താണ് ഇങ്ങനെ പറയുന്നത്? താങ്കൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അതിലുപരി 5th ഗോൾഡൻ ക്യൂ മെഡിക്കൽ സൺ. പെട്ടെന്ന് അവൻ ഞെട്ടി. കാര്യം അവൻ നോക്കുന്നത് ആ ഒരു രക്തം അവന്റെ വായിലേക്ക് ഉറ്റി കൊടുക്കുകയാണ്. ദ 6 പേഴ്സൺ സ്പിരിറ്റ് സമ്മണിങ് ടെക്നിക് എന്നാണ് അതിനെ വിളിക്കുന്നത്. പിന്നെ കാണിക്കുന്ന ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഈ ഒരു ടെക്നിക് യൂസ് ചെയ്ത് നമുക്കൊരു സൂമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു മരിച്ചയാളുടെ ഹൃദയത്തിന്റെ ആ ഒരു രക്തം അവരുടെ വായിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പക്ഷേ അതിന് ഇമൻസ് ഉള്ള ഡെത്തിക്കയുടെ ആവശ്യമുണ്ട്. ഇത് ശരിക്കും ഒരു ഫോർബിഡൻ ഉള്ള ടെക്നിക്കാണ്. കാര്യം മനുഷ്യത്വത്തിന് എതിരല്ലേ നമ്മൾ നിൽക്കുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു ടെക്നിക് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഡെത്തിക്കുവേ ഒരു മനുഷ്യന് ആവശ്യമുണ്ട്. പക്ഷെ ഇവൻ എങ്ങനെയാണ്? ഇതേ സമയം അവൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ജിയോങ് അവിടെ സക്സീഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് എന്റെ ഓഫർ. ഈ സൂംബയുടെ കൺട്രോൾ ഞാൻ താങ്കൾക്ക് തരാനായിട്ട് തയ്യാറാണ്. സോ ആ ഒരു പൊസിഷൻ താങ്കൾക്ക് സേഫ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. എന്തേ, ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് കൊള്ളാല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നിന്റെ വാക്കുകളല്ലേ, അതൊന്ന് കേട്ടിട്ട് ഞാൻ തീരുമാനിക്കാം. ഇതേ സമയം ജിയോങ് പുറകിൽ കൂടെ നമ്മുടെ സോഹയ്ക്ക് ആ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ടായിരുന്നു. കാര്യം പറയുന്നതിന് മുമ്പ് എനിക്ക് 3 കണ്ടീഷൻ ഉണ്ട്. പറഞ്ഞോളൂ. ഒന്നാമത്തെ കണ്ടീഷൻ, എനിക്കറിയണം എന്തുകൊണ്ടാണ് ആ കേഴ്സ്ഡ് ബീഡ്സ് വർക്ക് ആകാഞ്ഞതെന്ന്. രണ്ടാമത്തെ കണ്ടീഷൻ, നീ പറയണം എങ്ങനെയാണ് ആ ഒരു സമ്മണിങ് ടെക്നിക് നീ പൂർത്തിയാക്കിയതെന്ന്. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ, എന്റെ സേഫ്റ്റി നീ ഉറപ്പുവരുത്തണം. കൊള്ളാം. എന്തായാലും ആ കണ്ടീഷനെ പറ്റി ഞാൻ ശരിക്കും ഒന്ന് ആലോചിച്ചിരുന്നു. അപ്പൊ പിന്നെ ഇത് പിടിച്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്റെ കയ്യിലേക്ക് അതങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. അല്ല, കേഴ്സ്ഡ് ബീഡ്സോ? അത് കയ്യിലിട്ടിട്ട് പറ, നിന്റെ ലോയൽറ്റി നീ എനിക്ക് പ്ലെഡ്ജ് ചെയ്തു തരുന്നു. നീ എൻ്റെ ഒരു പട്ടിക്കുട്ടിയായി മാറാമെന്ന്. കുറച്ചു നേരത്തേക്ക് അവൻ ഒന്നും തന്നെ മിണ്ടില്ല.
പക്ഷെ ദേഷ്യം അവന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. നിന്നെ വെറുതെ കൊന്നാൻ മാത്രം പോരാ, നീ നരകിച്ചു മരിക്കണം. അതിനുള്ള മാർഗം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അടുത്ത സെക്കൻഡ് ആ 2 ജനറലിനെ അവൻ അറ്റാക്ക് ചെയ്തിട്ട് പാഞ്ഞ ഒടുക്കി വരുന്നുണ്ട്. നീ ചോദിച്ച ഒന്നാമത്തെ കണ്ടീഷൻ, അത് ആ ഒരു കേഴ്സ്ഡ് ബീഡ്സ് എൻ്റെ മേത്ത് വർക്ക് ആകാഞ്ഞത്. ഈ സമയത്ത് അവൻ ഡോഡ് ചെയ്തിട്ട് ഒഴിച്ചത് പോകുവാണ്. എൻ്റെ പേര് യഥാർത്ഥത്തിൽ മോക് ജോൺ വൂൺ എന്ന് അല്ലായിരുന്നു. അപ്പൊ നീ കള്ളമാണല്ലേ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യം പോലും ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. അടുത്ത സെക്കൻഡിൽ ചെയ്യുന്ന അറ്റാക്ക് അവനത് ഡോഡ് ചെയ്ത് മാറുകയും ചെയ്യും. ഈ ഒരു ജനറൽ ഇവരെന്തായാലും ഒട്ടും നിസ്സാരമല്ല, ശരിക്കും പവർഫുൾ ആണ്, ശരിക്കും ഡേഞ്ചറസുമാണ്. ഞാൻ എത്രയും പെട്ടെന്ന് ഇതിനെ പിടിച്ചടക്കിയില്ലെങ്കിൽ ആ സമയത്താണ് ഒരു ചവിട്ട് കിട്ടിയ അവൻ ആ കാട്ടിൽ കൂടെ ബാക്കിലേക്ക് തെറിച്ച് ഒരു കണക്കിനെ പിടിച്ച് നിന്നത്. പെട്ടെന്ന് അവനൊരു മന്ത്രം ജപിക്കാൻ തുടങ്ങിയ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവർ 3 പേരും കൂടെ 3 സൈഡിൽ കൂടെ ലൈറ്റ്നിങ്ങുമായിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്. എല്ലാം കഴിഞ്ഞു, നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോഹ, അവനെ പിടിച്ചു കെട്ടിയേക്ക്. അടുത്ത സെക്കൻഡ് ഇരുട്ടിന്ന് ഒരു ചങ്ങല വന്ന് അവനെ കമ്പിളിൽ പൂർണ്ണമായിട്ടും പിടിച്ചു കെട്ടി. നാശം, അതിനിപ്പോഴും എൻ്റെ എനർജി ബാക്കിയുണ്ടോ? പക്ഷെ ഡെത്തിക്ക് അത് എവിടെ നിന്നാണ് കിട്ടിയത്? നിന്റെക്കാൾ ലെറ്റ് ഡൗൺ ചെയ്തറ വിഡി. ഇതേ സമയം അവൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗാർഡൻസും പതുക്കെ മാഞ്ഞ് പോകുന്നുണ്ട്. ഇനി നീ രണ്ടാമത് ചോദിച്ച ആ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ വളരെ സിമ്പിളാണ്. കാര്യം ആ ഒരു 6% സ്പിരിറ്റ് സമ്മണിങ് ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, അത് എൻ്റെ ഡാൻഡൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡെത്ത് ക്യൂയെ യൂസ് ചെയ്താണ്. എന്താണ് ഞാൻ കിട്ടുന്നത്? അവൻ്റെ പേര് ഒന്നുമില്ല, അവൻ അവൻ യൂസ് ചെയ്ത ടെക്നിക്ക് അതിലുപരി അവൻ്റെ ഡാൻഡൻ ഡെത്ത് ക്യൂ ആണെന്നോ? അപ്പൊ നീ വാക്ക് തരാൻ തയ്യാറല്ലേ? എന്ത്, നീ എന്നെ ചിരിപ്പിക്കുകയാണെന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് അവനത് ശ്രദ്ധിച്ചത്. ലിറ്ററലി അതവിടെ ചെയ്തില്ലെങ്കിൽ അവൻ മരിക്കുമെന്ന് വ്യക്തമായി. നാശം, ഇതെനിക്ക്, ഞാൻ ജോയി ജിയോങ് ഇതാ വാക്ക് തരുന്നു, ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ ഇവൻ്റെ ഡിസിപ്ലിൻ ആയിരിക്കും. അപ്പൊ കൊള്ളാം, നീ ഇനി മുതൽ എൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ശിഷ്യന്റെ സമ്മാനം എങ്ങനെയുണ്ടായിരുന്നു? നാശം, ഞാൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തത്? ഞാനിപ്പോൾ കൊണ്ടു കിടക്കുന്നത് ലിറ്ററലി ഒരു ഡീമനെയാണ്.